2026 RRB NTPC പരീക്ഷ ഞാൻ ക്രാക്ക് ചെയ്യുമെന്ന് മനസ്സിൽ ഉറച്ച തീരുമാനമെടുത്തവർ മാത്രം ഈ ഒരു വീഡിയോ കണ്ടാൽ മതി. അല്ലാത്തവർക്ക് ധൈര്യമായിട്ട് സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് പറ്റുന്നതാണ്. മക്കളെ, 8000-ഓളം വേക്കൻസീസുമായിട്ട് ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു അവസരമാണ് നമ്മുടെ മുന്നിൽ NTPC എന്നൊരു പരീക്ഷ തുറന്നു വെക്കുന്നത്. അപ്പോൾ പലരും ചെയ്തിരിക്കുന്ന ഒരു കാര്യം എനിക്കറിയാം. എല്ലാവരും ആപ്ലിക്കേഷനൊക്കെ നല്ല അടിപൊളിയായിട്ട് ഗ്രാജുവേറ്റ് ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിന്റെ ആപ്ലിക്കേഷനൊക്കെ ഫില്ലപ്പ് ചെയ്ത് ഇനി എക്സാം ഡേറ്റ് ഒക്കെ വന്നിട്ട് ഞാൻ വിശദമായിട്ട് പഠിച്ചു തുടങ്ങിക്കോളാം, അതല്ലെങ്കിൽ ഞാൻ ചെറിയ രീതിയിൽ മാത്സ് റീസണിംഗ് ഒക്കെ സോൾവ് ചെയ്ത് തുടങ്ങുന്നുണ്ട്, സെൽഫ് സ്റ്റഡിയിലേക്ക് ഫോക്കസ്ഡ് ആണ് എന്നിങ്ങനെ പല പല രീതികളിൽ പല പല അപ്രോച്ചുകളിൽ വളരെ അലസമായിട്ടാണ് ഒരു 90% അപ്ലൈ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളും ഈ ഒരു പരീക്ഷയെ ഫേസ് ചെയ്യാനായിട്ട് പോകുന്നത്. മക്കളെ, ഇങ്ങനെ ഫേസ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് അത് അപ്ലൈ ചെയ്തതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. മക്കളെ, നിങ്ങൾ അത് അപ്ലൈ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ലെന്ന് മാത്രമല്ല, നിങ്ങൾ ഇപ്പോൾ പഠിക്കാൻ എന്ന പേരിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയമടക്കം മൊത്തത്തിൽ വേസ്റ്റ് ആവാനുള്ള ഒരു സാധ്യതയാണുള്ളത്. ഈ ജനുവരി 15 പ്രത്യേകത എന്താണ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ പലരും നിങ്ങൾ സെൽഫ് സ്റ്റഡി നടത്തുന്നവരുണ്ടാവും, അതല്ല ഏതെങ്കിലും ഓൺലൈൻ സബ്സ്ക്രിപ്ഷൻ എടുത്ത് പഠിക്കുന്നവരുണ്ടാവും, അതല്ല ഓഫ്ലൈൻ കോച്ചിങ് സെന്ററുകളിൽ പഠിക്കുന്നവരുണ്ടാവും. എനിക്ക് പറയാനായിട്ടുള്ളത് പ്രധാനമായിട്ടും ഈ ഒരു ഓൺലൈൻ ക്ലാസ്സുകളിൽ പഠിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഒരു ഓൺലൈൻ സബ്സ്ക്രിപ്ഷൻ ഏതാണ് നല്ലതെന്ന് അന്വേഷിക്കുന്നവരാണ്. മക്കളെ, ആദ്യമേ തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യുമ്പോൾ അവര് പ്രധാനമായിട്ടും നിങ്ങളെ പറ്റിക്കുന്ന ചില കാര്യങ്ങൾ എന്തായാലും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഉദാഹരണത്തിന് ഏറ്റവും വലിയ ഒരു തെറ്റ് നിങ്ങളോട് അവർ കാണിക്കുന്നത് നോട്ടുകളുടെ കാര്യത്തിലാണ്. ഇപ്പൊ നിങ്ങളൊരു ഓൺലൈൻ സബ്സ്ക്രിപ്ഷൻ എടുത്തു എന്ന് വിചാരിക്കുക, അവർ നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നത് എന്താണെന്ന് അറിയാമോ? ആ ക്ലാസ്സിൽ എടുക്കുന്ന ടീച്ചർ ഉപയോഗിച്ച PPT തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഒരു നോട്ടായിട്ട് തരികയാണ്. നിങ്ങൾക്ക് എന്താണ് ആ ഒരു PPT കൊണ്ട് ഉപയോഗം ഉണ്ടാവുന്നത്? നിങ്ങൾ വേറെ എവിടെയെങ്കിലും ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ടോ ആ PPT കൊണ്ട്? പിന്നെ നിങ്ങൾക്ക് നോട്ട് എന്ന പേരിൽ ആ ഒരു PPT തന്നതുകൊണ്ട് എന്താണ് ഉപയോഗം? നിങ്ങൾ ഒരു ക്ലാസ്സിൽ ഒരു കോച്ചിങ് പഠിക്കാനായിട്ട് ഒരാളുടെ അടുത്തേക്ക് ചെല്ലുന്നു, അയാൾ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് പഠിക്കാൻ പറ്റുന്ന ഒരു PDF നോട്ട് തരുന്നില്ല എങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് അവിടെ ഇങ്ങനെ ഒരു സ്ഥലത്ത് പഠിച്ചിട്ടുള്ള പ്രയോജനം? ഒരു കാര്യമില്ല, അല്ലെ? സോ ഇത്തരത്തിൽ ഒരു ഓൺലൈൻ സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇതൊക്കെ റെക്ടിഫൈ ചെയ്ത് അതല്ലെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ട് എങ്ങനെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് NTPC പരീക്ഷ ക്രാക്ക് ചെയ്യാമെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ വർഷങ്ങളായിട്ട് ഒരുപാട് പേര് ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുന്നവരാണ്. ഞങ്ങൾ ആരൊക്കെയാണ് ക്ലാസ് എടുക്കുന്നത്, ഞങ്ങൾ ഏതൊക്കെ രീതിയിലാണ് ഞങ്ങളുടെ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, എന്തൊക്കെയാണ് ഞങ്ങളുടെ ക്ലാസ്സിന്റെ ഹൈലൈറ്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അറിയാം. കൂടാതെ കഴിഞ്ഞ വർഷം ഈ കഴിഞ്ഞ CBT 1, 2 ഗ്രാജുവേറ്റ് ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ് പരീക്ഷയ്ക്ക് എത്ര പേരാണ് നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ക്രാക്ക് ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ജസ്റ്റ് ഒന്ന് അന്വേഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതാണ്. ഞങ്ങളിവിടെ പഠിക്കുന്ന ആരോടെങ്കിലും ഒരാളോട് ചോദിച്ചാൽ മനസ്സിലാവും എത്ര കുട്ടികളാണ് ഇവിടുന്ന് ക്രാക്ക് ചെയ്തിരിക്കുന്നതെന്ന്. അപ്പൊ മക്കളെ, ഈ വർഷത്തെ 2026 RRB NTPC പരീക്ഷ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സൂപ്പർ നോട്ട്സ് ഡയറക്ട്ലി നമ്മുടെ ടീച്ചേഴ്സിന്റെ ഗൈഡൻസോട് കൂടി പഠിക്കാനായിട്ട് ഒരു അവസരം ഒരുക്കുന്നുണ്ട് ഒരു പുതിയ തേജസ് ബാച്ചിലൂടെ. അപ്പൊ ഈ ഒരു തേജസ് ബാച്ചിന്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡയറക്ട്ലി ടീച്ചേഴ്സിന്റെ അണ്ടറിൽ ടീച്ചേഴ്സിന്റെ ഗൈഡൻസോട് കൂടിയും മെന്റർഷിപ്പോട് കൂടിയും ലൈവ് ആയിട്ടുള്ള സ്ട്രാറ്റജിക് സെഷൻ ഡിസ്കഷനിലൂടെയും ഒക്കെ നിങ്ങൾക്ക് ഈസിലി നിങ്ങളുടെ RRB NTPC പരീക്ഷ ക്രാക്ക് ചെയ്യാനുള്ള ഒരു അവസരം ഒരുക്കുന്നുണ്ട്. ജനുവരി 15 ഈ ഒരു ബാച്ച് ആരംഭിക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഒരു ബാച്ചിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പലപ്പോഴും വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യം, ഒരു ഓൺലൈൻ സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് പഠിക്കാം, എനിക്ക് സൗകര്യമുള്ള സമയത്ത് ക്ലാസ്സുകൾ കാണാം, എനിക്ക് ഒരു ഫ്രീഡം ഉണ്ട്, അതായത് എൻ്റെ ഇഷ്ടം നോക്കി എൻ്റെ സൗകര്യത്തിനും എൻ്റെ കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് പഠിക്കാം. ആ ഒരു വിചാരവുമായിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ട. ഒരു ഉപയോഗവും നിങ്ങൾക്ക് അതുകൊണ്ട് ഉണ്ടാവാൻ പോകുന്നില്ല. നിങ്ങൾ ഒരിക്കലും ഈ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പോകുന്നില്ല. ഞങ്ങൾക്കും പ്രത്യേകിച്ച് ഉപയോഗമൊന്നും ഉണ്ടാവാനായിട്ട് പോകുന്നില്ല. കാരണം ഒരിക്കലും ക്രാക്ക് ആകില്ല എന്നൊരാളെ പഠിപ്പിക്കേണ്ട ഒരു ആവശ്യം നമുക്ക് എന്താണ്? അതിൻ്റെ ഒരു ആവശ്യമില്ല. നിങ്ങൾ ഈ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യുമെന്ന് തീരുമാനമെടുത്തിട്ടുള്ളവർ മാത്രം ഈ ഒരു ബാച്ചിലേക്ക് വന്നാൽ മതി. ലിമിറ്റഡ് സീറ്റ് മാത്രമേ ഈ ഒരു ബാച്ചിൽ ഉണ്ടായിരിക്കുകയുള്ളൂ. ഞാനിത് പറയാൻ കാര്യം വേറൊന്നുമല്ല, നിങ്ങൾ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന അന്ന് മുതൽ ഈ പരീക്ഷ നിങ്ങൾ എന്ന് അറ്റൻഡ് ചെയ്യുന്നു അന്നത്തെ ദിവസം വരെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് ചാർട്ട് ചെയ്ത് പ്ലാൻ ചെയ്ത് ഞങ്ങൾ വെച്ചിട്ടുണ്ടാവും. ആ പ്ലാൻ നിങ്ങളോട് ഷെയർ ചെയ്യുകയും ചെയ്യും. അതല്ലാതെ ഞങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയല്ല. ഓരോ വീക്കും ഓരോ ഡെയിലിയും ഓരോ മാസവും നിങ്ങൾക്ക് എന്താണ് സംഭവിക്കാനായിട്ട് പോകുന്നത് ഈ ഒരു ക്ലാസ് കൊണ്ടെന്നുള്ളത് അഡ്വാൻസ് ആയിട്ട് അറിയാവുന്ന ഒരു പ്ലാൻ നിങ്ങൾക്ക് ആദ്യമേ തന്നെ നമ്മൾ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടാവും. അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ഓരോ ദിവസത്തെയും പഠനവും കാര്യങ്ങളും എല്ലാം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പോകുന്നത്. ഇപ്പൊ മക്കളെ, ഈ ഒരു ബാച്ചിന്റെ കുറച്ച് പ്രത്യേകതകൾ ഞാനൊന്ന് പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, ഇതൊരു ലോങ് ടേം ആയിട്ടുള്ള ബാച്ചാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ
നിങ്ങൾക്ക് എന്നാണോ ഈ ഒരു പരീക്ഷ എഴുതേണ്ടി വരുന്നത് അന്നത്തെ ദിവസം വരെ നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടാവും. അതായത് CBT 1 ശേഷം CBT 2 സപ്പോർട്ടുകൾ ഉണ്ടാവും. അത് കഴിഞ്ഞുള്ള സ്റ്റേജസിലേക്കുള്ള സപ്പോർട്ട് ഉണ്ടാവും. അങ്ങനെ ഈ ഒരു പരീക്ഷ നിങ്ങൾ ജയിച്ച് നിങ്ങൾ ജോലിയിൽ കയറുന്നത് വരെ ഈ ഒരു സപ്പോർട്ട് കാര്യങ്ങൾ എന്തുണ്ടാവും ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ്. അതല്ലാതെ കുറച്ച് ഒരു സബ്സ്ക്രിപ്ഷൻ എടുത്തു നിങ്ങൾക്ക് അവിടെ ഇവിടെയൊക്കെ റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ട്, ഡെയിലി ഒരു ലൈവ് ക്ലാസ്സസ് തരുന്നുണ്ട്, PPT തന്നെ നോട്ടായിട്ട് തരുന്നുണ്ട്, കഴിഞ്ഞു കഥം. അങ്ങനെയല്ല ഈ ഒരു ക്ലാസ് മുന്നോട്ട് പോകുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ ഈ ജോലിയിലേക്ക് എത്തുന്നത് വരെയുള്ള സപ്പോർട്ട് ഈ ഒരു ബാച്ച് നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ്. അടുത്തത് ഞാൻ ഒരിക്കൽ കൂടി പറയുന്ന ഒരു കാര്യം, പ്രിന്റ് ചെയ്യാനായിട്ട് പറ്റുന്ന പ്രോപ്പർ ആയിട്ടുള്ള നോട്ടുകൾ ഇംഗ്ലീഷിലും മലയാളത്തിലും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ക്ലാസ്സസ് പോലെ തന്നെ നിങ്ങൾക്ക് നോട്ടുകളും എന്താണ് ഇംഗ്ലീഷിലും മലയാളത്തിലും അവൈലബിൾ ആയിരിക്കും. നമുക്കറിയാവുന്ന പോലെ തന്നെ റെയിൽവേയുടെ പരീക്ഷകളെല്ലാം നിങ്ങൾക്ക് മലയാളത്തിലും എഴുതാനായിട്ട് പറ്റും. അപ്പോൾ മലയാളത്തിൽ അറ്റംപ്റ്റ് ചെയ്യുന്ന ഒരുപാട് കുട്ടികൾ നമുക്ക് ചുറ്റുമുണ്ട്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്താണ് പ്രോപ്പർ ആയിട്ടുള്ള നോട്ടുകളും കാര്യങ്ങളും ഇംഗ്ലീഷിലും മലയാളത്തിലും കിട്ടുമെന്ന് മാത്രമല്ല ഇത് നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് പഠിക്കാനായിട്ട് പറ്റുന്നതാണ്. ഇപ്പോൾ പലരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ നോട്ട് ലീക്കാവുമെന്ന് മേടിച്ചിട്ട് ആ PPT മാത്രം കൊടുക്കും. എന്തിനാണ് ആ PPT കൊടുത്തിട്ട്? നിങ്ങൾക്ക് യാതൊരു ഉപകാരമില്ല. നിങ്ങൾ ഡെയിലി ക്ലാസ് കണ്ട സാധനം നോട്ട് എഴുതിയ സമയം കളയാനാണെങ്കിൽ ഒരു ഓൺലൈൻ സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് എന്താണ്? അതിന്റെ ആവശ്യമില്ല. നിങ്ങളൊരു ഓൺലൈൻ സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോൾ അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ടൈം വേസ്റ്റ് ആവാൻ പാടില്ല. ടൈം വേസ്റ്റ് ആവാതിരിക്കണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് പഠിക്കാൻ പറ്റുന്ന നോട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. കൂടാതെ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള സ്റ്റുഡിയോ റെക്കോർഡഡ് ക്ലാസ്സുകൾ, ചുമ്മാ തലയുടെ പകുതി മാത്രം വെട്ടി ഒട്ടിച്ച് പോലുള്ള ക്ലാസ്സുകളല്ല, പ്രോപ്പർ ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി സ്റ്റുഡിയോ റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ബാച്ചിൽ കിട്ടുന്നതാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ മറ്റൊരു കാര്യം കൂടി, നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ. നിങ്ങൾ ഒരു ദിവസം എത്ര ലൈവ് ക്ലാസ്സുകളായിരിക്കും ഉണ്ടായിരിക്കുക, എത്ര റെക്കോർഡ് ക്ലാസ്സുകളാണ് ഉണ്ടായിരിക്കുക, എത്ര റിവിഷൻ ടെസ്റ്റുകളായിരിക്കും നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടി വരിക, മോക്ക് ടെസ്റ്റുകൾ എത്ര എണ്ണം എടുക്കണം, ഒരു വീക്കിലി നിങ്ങൾക്ക് എന്താണ് റിവിഷൻ പഠിക്കേണ്ട സബ്ജക്റ്റുകൾ എന്നിങ്ങനെ നിങ്ങൾ ഓരോ ദിവസവും ഓരോ മണിക്കൂറും എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഒരു ദിവസം കംപ്ലീറ്റ് ആക്കേണ്ടതെന്ന് കൃത്യമായിട്ട് നമ്മൾ ചാർട്ട് ചെയ്ത് നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് തന്നെ പറയുന്നതാണ്. ഇപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം നമ്മുടെ സ്റ്റുഡൻസിന് കൊടുക്കുന്ന ഒരു സ്റ്റഡി പ്ലാൻ. ഇപ്പോൾ ജനുവരി 15 നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്തു എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ബുധനാഴ്ച എന്തൊക്കെയാണ് ക്ലാസ്സസ് ഉണ്ടാവാനായിട്ട് പോകുന്നത്? അരിത്മെറ്റിക് വിഭാഗത്തിൽ ശരവൺ സാറിന്റെ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞൊരു ക്ലാസ്സുകളുണ്ട്. ഇതൊക്കെ നമ്മുടെ ഫാക്കൽറ്റീസ് ആണ്. അപ്പോൾ നമ്പർ സിസ്റ്റം നിങ്ങൾ പഠിക്കേണ്ടി വരും. ഇതിന് 16 എന്തൊക്കെയാണ് ഉണ്ടാവുക? എക്കണോമിക്സ് അരിത്മെറ്റിക് ക്ലാസ്സുകൾ ഉണ്ടാവും. അപ്പോൾ 2 സാറുമാരുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന അഡ്വാൻസ് ആയിട്ട് അറിയാൻ പറ്റും. ഏതൊക്കെ ടോപ്പിക്കുകളാണ് പഠിക്കുന്നതെന്ന് അറിയാനായിട്ട് പറ്റും. ഇത്തരത്തിൽ ഓരോ ദിവസവും നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത് അഡ്വാൻസ് ആയിട്ട് തന്നെ നിങ്ങളെ ഇൻഫോം ചെയ്തിട്ടുണ്ടാവും. അതനുസരിച്ച് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ പഠനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മുൻകൂട്ടി തന്നെ പ്ലാൻ ചെയ്ത് വെക്കാനായിട്ടുള്ള ഒരു അവസരം കൂടി ഉണ്ടാകുന്നുണ്ട്. അതല്ലാതെ നിങ്ങൾക്ക് സർപ്രൈസ് ആയിട്ടല്ല ഓരോ ക്ലാസ്സുകൾ മുന്നോട്ട് വരാനായിട്ട് പോകുന്നത്. വ്യക്തമായിട്ട് നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ചാർട്ട് ചെയ്ത് ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതാണ്. അടുത്തത് ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സസിന് പുറമെ ഏകദേശം 60-ലധികം നിങ്ങൾക്ക് ലൈവ് PYQ ഡിസ്കഷൻ ഉണ്ടാവും. അതായത് ഇപ്പോൾ ഒരു ഫാക്കൽറ്റി നിൽക്കുന്നുണ്ട്, കൂടാതെ നിങ്ങൾക്ക് സ്ക്രീനിൽ MCQ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നിങ്ങളത് കമന്റ് വഴിയോ അതല്ലാത്ത മുഖേനയോ നിങ്ങൾക്ക് അത് സോൾവ് ചെയ്ത് അറിയിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ലൈവ് ആയിട്ട് തന്നെ ഈ പറയുന്ന MCQ സെഷൻ എങ്ങനെയാണ് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യേണ്ടത്, എന്തൊക്കെ രീതികളിലായിരിക്കും നിങ്ങൾക്ക് തെറ്റുകൾ വരാനുള്ള കാര്യം എന്നൊക്കെ ലൈവായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് സോൾവ് ചെയ്യുന്ന ഒരു സെഷൻ കൂടി നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ഇതൊന്നും പോരാഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ടൈം മാനേജ്മെന്റിനും കാര്യത്തിനും വേണ്ടിയിട്ട് 100-ലധികം വരുന്ന ഫുൾ ടെസ്റ്റുകളും സബ്ജക്ട് വൈസ് ചാപ്റ്റർ വൈസ് ടെസ്റ്റുകളും ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ തന്നെ നിങ്ങൾ ക്ലാസ് കണ്ടുകൊണ്ടോ പഠിച്ചതുകൊണ്ടോ മാത്രം കാര്യമില്ല. നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ എടുക്കണം, റിവിഷൻ ടെസ്റ്റുകൾ എടുക്കണം, ചാപ്റ്റർ വൈസ് ടെസ്റ്റുകൾ എടുത്ത് ഓരോ സാധനങ്ങളും തറോ ആക്കിയതിന് ശേഷം മാത്രമേ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്യാനോ അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യാനോ പാടുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിക്ക് എടുക്കാനായിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിലധികം മോക്ക് ടെസ്റ്റ് റിവിഷൻ ടെസ്റ്റുകളൊക്കെ ഓൾറെഡി അവൈലബിൾ ആണ്. ഇതൊന്നും പോരാഞ്ഞിട്ട് വീക്കിലി നിങ്ങൾക്ക് മെന്റർഷിപ്പ് സെഷന് പുറമെ ഒരു മോട്ടിവേഷൻ ആൻഡ് സ്ട്രാറ്റജി സെഷൻ കൂടി ഉണ്ടാവും. അതായത് ഞങ്ങൾ ഫാക്കൽറ്റീസ് ആരെങ്കിലും വന്നിരുന്നിട്ട് നിങ്ങൾക്ക് എന്താണോ പേഴ്സണൽ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടോ നമ്മളോട് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുള്ള സൊല്യൂഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് 1-on-1 ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ആർക്കും ഒരു ഡൗട്ടിന്റെ ആവശ്യമില്ല. കോമൺ ആയിട്ടുള്ള മെന്റർഷിപ്പ് ആൻഡ് മോട്ടിവേഷൻ സെഷൻ കൂടാതെ തന്നെ നിങ്ങൾക്ക് 1-on-1 ആയിട്ട് തന്നെ നമ്മളോട് എപ്പോൾ വേണമെങ്കിലും വിളിച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനും, അതല്ല ഇനി ഒരു വീഡിയോ കോൾ ലൈവ് സെഷനാണ് വേണമെങ്കിൽ അതിനുമുള്ള അവസരം നമുക്ക് ഒരുക്കുന്നുണ്ട്. ഈ പറയുന്ന സൂപ്പർ നോട്ട്സിന്റെ ഈ ഒരു തേജസ് ബാച്ചിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുന്നതാണ്. അപ്പോൾ മക്കളെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബാച്ചാണ് നമ്മളുടെ ഈ പറയുന്ന തേജസ് ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ നേരത്തെയും പറഞ്ഞ കാര്യം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. നിങ്ങൾ ഈ ഒരു രീതിക്കൊക്കെ ഫോളോ ചെയ്ത് ഞങ്ങളോടൊപ്പം വളരെ രസകരമായിട്ട് എൻജോയ് ചെയ്ത് പഠിക്കാൻ റെഡി ആണെങ്കിൽ നേരെ ഈ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വിളിച്ചോളുക, അതല്ലെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തേക്കുക. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് വെർത്ത് ആയിരിക്കും. നിങ്ങൾ NTPC ക്രാക്ക് ചെയ്യുമെന്ന് തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു കോഴ്സ് വെർത്ത് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ലടാ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ലൈഫിലെ തീരുമാനങ്ങളാണ് നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഉചിതമായ തീരുമാനങ്ങൾ തന്നെ എടുക്കുക.
ഇപ്പോൾ നിങ്ങൾ കോഴ്സ് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പോലും നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് എന്ത് പരീക്ഷയായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റും കാര്യങ്ങൾ SSC RRB പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റും കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ ലഭിക്കുന്നു എന്ന് മാത്രമല്ല ഇൻഫോർമേറ്റീവ് ആൻഡ് അക്കാഡമിക് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഫ്രീ ആയിട്ട് തന്നെ നമ്മുടെ ചാനൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഒന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ഫ്രീ മെറ്റീരിയൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നമ്മുടെ കറണ്ട് അഫെയർ നോട്ട്സ്, ടോപ്പിക് വൈസ് PYQs, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോട്ട്സ് രൂപത്തിലൊക്കെ നിങ്ങളുടെ ടെലിഗ്രാം ചാനലും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ ചാനൽ എല്ലാം ഒന്ന് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് വെച്ചോ. നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ എക്സാമിന്റെ പഠിപ്പിന് ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ ചാനൽസിലും അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം മക്കളെ നല്ല അടിപൊളിയായിട്ട് പഠിച്ചോളുക, നല്ല കിടിലനായിട്ട് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകട്ടെ. എപ്പോഴും ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. പഠിത്തം ഒരിക്കലും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നമ്മൾ ആ ഒരു ട്രാക്കിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും അധികം എൻജോയ് ചെയ്യാൻ പോകുന്നത് ഈ പഠനമായിരിക്കും. കൂടാതെ നമ്മുടെ ജോലി കിട്ടിക്കഴിയുമ്പോഴുള്ള സന്തോഷവും ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ട ആവശ്യമില്ല. അപ്പം നല്ല രീതിക്ക് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.